നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി രാജ്യത്തിന് മാതൃകയെന്ന നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇടുക്കി ജില്ലാതല പ്രകാശനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൽ-അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നവീകരിച്ച എമർജൻസി ബ്ലോക്ക്, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, MRI യൂണിറ്റ്, കാത്ത് ലാബ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. നീതിമാനായ ഉമ്മൻചാണ്ടി സമൂഹത്തിന് എന്നും മാർഗദീപമായി നിലകൊള്ളുമെന്ന് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ. സംസ്ഥാനത്തെ തദ്ദേശ ഭരണകൂടങ്ങൾക്ക് മികച്ച പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുമെന്ന് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ അക്കര. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ വള്ളസദ്യക്ക് തുടക്കമായി. ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ ക്ഷേത്രത്തിൽ നിന്നെത്തിച്ച ദീപം തെളിയിച്ചുകൊണ്ട് ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി രാജ്യത്തിന് മാതൃകയെന്ന് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇടുക്കി ജില്ലാതല പ്രകാശനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മുതിർന്ന ഏജന്റായ KS ശിവരാമന് ടിക്കറ്റ് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭ വാർഡ് കൗൺസിലർ ആതിര ജോഷി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ലോകമെമ്പാടും ഭാഗ്യക്കുറി സമ്പ്രദായമുണ്ടെങ്കിലും സർക്കാർ നേരിട്ട് നടത്തുന്ന രാജ്യത്തെ ഏക ഭാഗ്യക്കുറിയായ കേരള സംസ്ഥാന ഭാഗ്യക്കുറി രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇടുക്കി ജില്ലാതല പ്രകാശനവും ആദ്യ വിൽപ്പനയും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് ഈ വർഷം 30 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൽ 3 കോടി രൂപ ഏജന്റിനാണ് പോകുന്നത്. 1 കോടി വെച്ച് 20 പേർക്കും മറ്റ് പ്രോത്സാഹന സമ്മാനവും കൊടുക്കുന്ന ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് ഈ വർഷത്തെ ഓണം ബമ്പർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഏതാണ്ട് 2 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന ഈ ഒരു വകുപ്പിൻ്റെയും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ വർഷത്തെ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഒരു നല്ല ശോഭനമായ ഒരു ഭാവിയിലേക്കും അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലൊക്കെ ഈ മേഖല വളർന്ന് വികസിച്ച് ഇതിൽ ആശ്രയിച്ച് ജീവിക്കുന്ന 2 ലക്ഷം പേരുടെ ജീവിതങ്ങളിൽ പ്രകാശം പരത്തുവാൻ ഇവരുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് 2 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് നേരിട്ടും അല്ലാതെയും ജോലി നൽകുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും മുതിർന്ന ഏജന്റായ KS ശിവരാമന് ടിക്കറ്റ് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ആതിര ജോഷി അധ്യക്ഷയായി. GST തുക 40% വർദ്ധിപ്പിച്ചിട്ടും ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാതെ സമ്മാനത്തുക വർദ്ധിപ്പിച്ച സർക്കാർ നടപടി അഭിനന്ദനീയമാണെന്ന് ആതിര ജോഷി അഭിപ്രായപ്പെട്ടു. അയ്യോ വേണോ വേണ്ടെന്നുള്ള ചിന്ത തോന്നുന്നു. പക്ഷെ നമുക്കത് ഇല്ലാതാക്കാൻ പഴയ വില തന്നെ അത് കൂട്ടിയിട്ടില്ല. ആൾക്കാർക്ക് കുറച്ചും കൂടി താല്പര്യം തോന്നാൻ വേണ്ടി ആ ടിക്കറ്റ് വില തന്നെ അവർ. ഇടുക്കി ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ ക്രിസ്റ്റി മൈക്കിൾ സ്വാഗതം ആശംസിച്ചു. ഗിരീഷ് കുമാർ G, KS ദേവകുമാർ, അനുഷൻ കുളമാവ്, B അജിത് കുമാർ, തങ്കച്ചൻ കാരിക്കവയലിൽ, KK ഗോപാലകൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ പ്രിയ AS തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ ക്ഷേമനിധി ഓഫീസർ ജോസഫ് സൈമൺ നന്ദി പറഞ്ഞു. ഏജന്റുമാർ, വിൽപ്പനക്കാർ, ഭാഗ്യക്കുറി വകുപ്പ് ജീവനക്കാർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പേപ്പർ ലോട്ടറി ടിക്കറ്റുകൾ മാത്രമേ വിപണനത്തിനായി എത്തിക്കുന്നുള്ളൂവെന്നും വാട്സാപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴി ടിക്കറ്റ് വാങ്ങി പൊതുജനങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്നും ലോട്ടറി വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നവീകരിച്ച 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ബ്ലോക്ക്, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, MRI യൂണിറ്റ്, കാത്ത് ലാബ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അത്യാഹിത വിഭാഗം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും MRI യൂണിറ്റ് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അത്യാഹിത ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. കാത്ത് ലാബ്, ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂറും ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് കൂടുതൽ മികച്ച അത്യാഹിത സേവനങ്ങൾ ഒരുക്കി ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ ആരോഗ്യ സ്ഥാപനമായ അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലുതും മികച്ചതുമായ 40 കിടക്കകളുള്ള അത്യാഹിത വിഭാഗം, MRI യൂണിറ്റ്, അത്യാഹിത ശസ്ത്രക്രിയാ വിഭാഗം, ഹൃദ്രോഗ കാത്ത് ലാബ് എന്നിവയുടെ ഉദ്ഘാടനമാണ് അല്ലസർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നടന്നത്. 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. അത്യാഹിത വിഭാഗം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും, MRI യൂണിറ്റ് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA, അത്യാഹിത ശസ്ത്രക്രിയാ വിഭാഗം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബും, ഹൃദ്രോഗ കാത്ത് ലാബ്, ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂറും ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും ലോ കോളേജും സ്കൂളും പാരാമെഡിക്കലും അടക്കമുള്ള ഇന്ന് ജോബ് ഓറിയൻറ്റഡ് ആയിക്കൊണ്ട് പോളിടെക്നിക് അടക്കമുള്ള ഒരുപാട് കോഴ്സുകൾ അതൊക്കെ കൊടുത്ത് ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ നൽകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു. ഇങ്ങനെ ഒരു ഇടുക്കി പോലുള്ള ഒരു ജില്ലയിൽ വളരെ ലളിതമായ തുടക്കം കുറിച്ച് ഇന്ന് പലപ്പോഴും ഞാൻ ഉസായിയും ഇജാസിനൊക്കെ വിളിക്കേണ്ട സാഹചര്യം ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തിന് അഡ്മിഷൻ കിട്ടാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ കാണിക്കുന്ന ഒരു വലിയ ഒരു മനുഷ്യത്വമുണ്ട്. ആ അനാവശ്യമായ ഫീസ് ഈടാക്കാതെ ഒരുപക്ഷെ നമുക്ക് വെയിവ് ചെയ്യാൻ കഴിയുന്നതൊക്കെ വെയിവ് ചെയ്ത് കൊടുത്ത് പഠിക്കാനുള്ള അവസരം ഒരിക്കലും നിഷേധിക്കപ്പെടുന്നില്ലെന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത. വളരെ പരിമിതമായ ലളിതമായ നിലയിൽ ആരംഭം കുറിച്ച് ഇന്ന് 2026 എത്തുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസായി അതിന്ന് വളർന്നിരിക്കുകയാണ്. വിവിധ തലങ്ങളിൽ വിദ്യാലയങ്ങൾ, ഒപ്പം തന്നെ ലോ കോളേജ്, ഡെന്റൽ വിഭാഗങ്ങൾ, മെഡിസിൻ അടക്കം വിവിധ തലങ്ങളിലേക്ക് അതിന് വ്യാപൃതമായിരിക്കുന്നു. 7500-ൽ പരം വിദ്യാർത്ഥികൾ ഇന്ന് അല്ലസറിൻ്റെ കീഴിൽ പഠനത്തിൽ ഇന്ന് നിൽക്കുന്നു. അനവധി വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി ഇന്ന് ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മെഡിക്കൽ ടൂറിസം മേഖലയിൽ കേരളം കൂടുതലായി മുതൽ മുടക്കും. ആ ഒരു രീതിയിലേക്കുള്ള നയപ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം നമ്മുടെ ബജറ്റിൽ വന്നു. തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് നമ്മൾ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുമ്പോൾ അൽ അസർ പോലെയുള്ള ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ആ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും വലിയ വലിയ സംഭാവനകൾ നമ്മുടെ സംസ്ഥാനത്തിന് നൽകാൻ കഴിവുള്ള, അതിനുള്ള ഒരു കപ്പാസിറ്റിയുള്ള, കേപ്പബിലിറ്റിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇത്തരം സ്ഥാപനങ്ങൾ വളരെ ചുരുക്കം മാത്രമേ കേരളത്തിലുള്ളൂ. കാരണം LKG ചേർത്താൽ പിന്നെ എല്ലാ കോഴ്സുകളും ഒരു ക്യാമ്പസിൽ തന്നെ ഉള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിൽ വിരലിലെണ്ണാവുന്ന 2-3 സ്ഥാപനങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിലൊരു സ്ഥാപനമായി അല്ലസറിന് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനിയും മുമ്പോട്ടുള്ള അവരുടെ അവരുടെ കാഴ്ചപ്പാടിൽ, അവരുടെ സ്ഥാപനത്തിൻ്റെ വികസനത്തിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ചടങ്ങിന്റെ ഭാഗമായി അല്ലസർ മെഡിക്കൽ കോളേജ് 3 പ്രത്യേക ആരോഗ്യ പാക്കേജുകൾ കൂടി പ്രഖ്യാപിച്ചു. കുമാരമംഗലം 14-ാം വാർഡ് നിവാസികൾക്ക് സൗജന്യ OP, ടെലി കൺസൾട്ടേഷൻ, ഹോം കെയർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അല്ലസർ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ആസിയ മിജാസ്, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാലിനി എരപ്പനാൽ, 14-ാം വാർഡ് മെമ്പർ VP സജി എന്നിവർക്ക് ഇത് കൈമാറി. പ്രസവം മുതൽ ആവശ്യമായ എല്ലാ സേവനങ്ങളും ഉൾപ്പെടുന്ന ഡെലിവറി കംപ്ലീറ്റ് പാക്കേജ് അല്ലസർ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ അമീഷ ജഹാൻ തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീലിന് കൈമാറി.
ആൻജിയോഗ്രാം കംപ്ലീറ്റ് പാക്കേജ് അലസർ മെഡിക്കൽ കോളേജ് വൈസ് ചെയർപേഴ്സൺ റെജീന മൂസ, സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി റവറൻ ഫാദർ ജോർജ് പുല്ലിന് കൈമാറി. പുതിയ സംവിധാനങ്ങളോടെ ഹൃദയാഘാത ചികിത്സ, പക്ഷാഘാത വിഭാഗം, അത്യാസന്ന ചികിത്സാ വിഭാഗം, വിഷബാധ, പാമ്പുകടി ചികിത്സാ വിഭാഗം എന്നിവയും 24 മണിക്കൂറും പ്രവർത്തനം ആരംഭിച്ചു. ഹൃദ്രോഗികൾക്ക് അടിയന്തര ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവയ്ക്ക് കാത്ത് ലാബും ആധുനിക MRI സ്കാനിങ്ങും ലഭ്യമാക്കി. നാട്ടിലെ ആശുപത്രി നാട്ടുകാരുടേതും ഓരോ ജീവനും സംരക്ഷിക്കപ്പെടണം എന്ന ദൗത്യത്തോടെയാണ് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയതെന്ന് അലസർ മെഡിക്കൽ കോളേജ് ചെയർമാൻ KM മൂസ പറഞ്ഞു. നീതിമാനായ ഉമ്മൻചാണ്ടി സമൂഹത്തിന് എന്നും മാർഗദീപമായി നിലകൊള്ളുമെന്ന് ഇടുക്കി DC ജനറൽ സെക്രട്ടറി TJ പീറ്റർ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴയിൽ നടത്തിയ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. വാക്കിലും പ്രവൃത്തിയിലും നീതിനിഷ്ഠ പുലർത്തിയ മനുഷ്യസ്നേഹിയായ ഉമ്മൻചാണ്ടി സമൂഹത്തിന് എന്നും മാർഗദീപമായി നിലകൊള്ളുമെന്ന് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ പ്രസ്താവിച്ചു. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴയിൽ നടത്തിയ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും മെച്ചപ്പെട്ട പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയ ഉമ്മൻചാണ്ടിയോട് കേരളത്തിലെ പെൻഷൻ സമൂഹം കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെല്ലി ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ജേസൺ B ജോസഫ്, PS ഹുസൈൻ, SG സുദർശൻ, TU ഫ്രാൻസിസ്, S ശശിധരൻ പിള്ള, PV ജോസഫ്, ഫ്രാൻസിസ് ജോസഫ്, റോയി ജോർജ്, MI സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. YMCA വണ്ണപ്പുറം യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും പ്രതിഭകളെ ആദരിക്കലും നടത്തി. വണ്ണപ്പുറം YMCA ഹാളിൽ വെച്ച് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും പ്രതിഭകളെ ആദരിക്കലും നടത്തി. വണ്ണപ്പുറം YMCA ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജോണി മൂലയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റോയി തുമ്മളിൽ സ്വാഗതം പറഞ്ഞു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം നിർവഹിച്ചു. 90,000-ൽ കൂടുതൽ വോളണ്ടിയേഴ്സ് ഉള്ള ഒരു മഹത് പ്രസ്ഥാനമായി ഇത് മാറി. ഇത് യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേനും ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് യുവാക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതോ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. യങ് മെൻസ് ക്രിസ്ത്യൻ യൂത്തിനെ മറ്റ് സാമൂഹ്യ നവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി സെലക്ട് ചെയ്ത ഒരു പുസ്തകമാണ് ശരിക്കും YMCA. അപ്പോൾ സമൂഹമാണ് പ്രധാനം, അതാണ് വയല്. അവിടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി യുവാക്കളെ തെരഞ്ഞെടുക്കപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. യോഗത്തിൽ YMCA തൊടുപുഴ സബ് റീജിയൻ ചെയർമാൻ ജോയി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടവും സബ് റീജിയൻ ചെയർമാനും ചേർന്ന് പ്രശസ്തി ഫലകം നൽകി ആദരിച്ചു. യോഗത്തിൽ ജോണി താന്നിക്കൽ ആശംസയും തോമസ് തെങ്ങുംതോട്ടം നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 2026-27 വർഷത്തെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി തോമസ് തെങ്ങുംതോട്ടം, സെക്രട്ടറിയായി ജോണി താന്നിക്കൽ, ട്രഷററായി വിൻസെന്റ് പിച്ചാപ്പിളിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അണക്കര അൽഫോൺസ ആശുപത്രിയുടെയും അഖില കേരള ബാലജനസംഖ്യം അണക്കര യൂണിറ്റിന്റെയും അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അണക്കര IMS LP സ്കൂളിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാല സിംഗ് നിർവഹിച്ചു. അണക്കരയുടെ ആതുര സേവന കേന്ദ്രം അൽഫോൺസ ആശുപത്രിയും കുരുന്നുകളുടെ സേവന സംഘടനയായ അഖില കേരള ബാലജനസഖ്യം അണക്കര യൂണിയനും സാമൂഹിക ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തന രംഗത്ത് ജില്ലയുടെ നിറസാന്നിധ്യമായ അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റും കൈകോർത്തപ്പോൾ ആശ്വാസമായത് ജീവിതശൈലി രോഗങ്ങളാൽ വലയുന്ന നിരവധി പേർക്ക്. ഇവർ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് രോഗികൾക്ക് ആശ്വാസമായത്. അണക്കര IMS LP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ എന്നിവയ്ക്ക് പുറമെ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ നേരിടുന്ന രോഗാവസ്ഥ എന്നിവയ്ക്കുമുള്ള പരിശോധനകളാണ് നടന്നത്. കൂടാതെ മെഡിക്കൽ ക്യാമ്പിലെത്തി കൊളസ്ട്രോൾ സംബന്ധമായി വലയുന്ന ഡോക്ടർ നിർദ്ദേശിക്കുന്നവർക്ക് അണക്കര അൽഫോൺസ ആശുപത്രിയിൽ സൗജന്യ പരിശോധനയും ഏർപ്പെടുത്തിയിരുന്നു. സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞുമോൾ ജെയിംസ് മാറാമ്പിൽ അധ്യക്ഷയായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലസിംഗ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അൽഫോൺസ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അൻസ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ ഇവിടേക്ക് കടന്നു വന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമായ മരുന്നുകളും സഹായങ്ങളും ചെയ്യുകയാണ് നമ്മൾ ഈ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത്. അത് പരമാവധി അത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്.
അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ രക്ഷാധികാരി ബാബു സുരഭി, ബാലജനസഖ്യം യൂണിയൻ പ്രസിഡന്റ് ആദിൽ സി മനോജ്, സെക്രട്ടറി റിച്ച മരിയ സോണി തുടങ്ങിയവർ ക്യാമ്പിന് ആശംസകൾ അർപ്പിച്ചു. അൽഫോൻസ ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ സിയാദ്, ഡോക്ടർ വിനീത എന്നിവർ മെഡിക്കൽ ക്യാമ്പിൽ എത്തിയവരെ പരിശോധിച്ച് മരുന്നുകൾ നൽകി. അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സാബു കുറ്റിപ്പാലയ്ക്കൽ, ബാലജനസഖ്യം ഭാരവാഹികളായ ഷെൽന ഷെല്ലി, അന്ന സിംസൺ, അനസ് KS, അഹല്യ ഷിബു, അതുല്യ ഗോപി, അഹന്യ ഷിബു, അൽഫോൻസ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര. സംസ്ഥാനത്തെ തദ്ദേശ ഭരണകൂടങ്ങൾക്ക് മികച്ച പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുമെന്ന് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ അക്കര കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനത്തിന് കൂടുതൽ ആക്കം കൂടുമെന്നും തദ്ദേശ ഭരണകൂടങ്ങൾക്ക് മികച്ച പ്രവർത്തനാന്തരീക്ഷം ഉറപ്പാക്കുമെന്നും കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ അക്കര കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ട് വിഹിതത്തിൽ ഒരു തരത്തിലുമുള്ള കുറവും വരുത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ്, പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ വികസന പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്കിന് കാരണമായതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തേക്കടി ബാബുഗ്രോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ MLA-മാരായ റോയി കെ പൗലോസ്, സേനാപതി വേണു, സിറിയക് തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അസോസിയേഷൻ നേതാക്കളായ ശാന്തി ഹരിദാസ്, തോമസ് കക്കുഴി, സാജു ജോസഫ്, ജോർജ് തോമസ് എന്നിവരും പ്രസംഗിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജയപുരം രൂപതയ്ക്ക് കീഴിലെ വണ്ടിപ്പെരിയാർ അരണക്കൽ ദേവാലയത്തിലെ KCYM കുട്ടികളും വിശ്വാസികളും. ആർക്കുമെതിരെയുള്ള പോരാട്ടമല്ല, ദുരിതയാത്രയ്ക്ക് അവസാനം ലഭിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാലാണ് സൂചനാ സമരമുറകളിലേക്ക് പോകേണ്ടി വന്നതെന്ന് ഇടവക വികാരി ഫാദർ ഷിൻഡോ തോമസ്, KCYM ഭാരവാഹി ദിവ്യ ആന്റണി എന്നിവർ പറഞ്ഞു. ശബരിമല മണ്ഡലകാലം കൂടാതെ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള വിനോദസഞ്ചാരികളടക്കം ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന പ്രധാന വഴിയാണിത്. ഇതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറിന്റെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന നൂറുകണക്കിന് കുട്ടികളും കടന്നുപോകുന്ന പ്രധാന വഴിയാണിത്. വണ്ടിപ്പെരിയാർ സത്രം റോഡ് ഒട്ടനവധി പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് 14 കിലോമീറ്റർ നിർമ്മാണം നടക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് മൗണ്ട്, സത്രം, അരണക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ സമയത്ത് റോഡ് മെയിന്റനൻസിന് വേണ്ടി തുക അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഒന്നുകൂടി പൊളിച്ചിട്ടതല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നില്ല. ഇപ്പോൾ അതും 1 വർഷം പിന്നിടുകയാണ്. നിരവധി വാഹന അപകടങ്ങളാണ് ഈ മേഖലയിൽ നിത്യമായി നടക്കുന്നത്. സ്കൂൾ കുട്ടികളടക്കം അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷ സമര പരിപാടികൾ നടത്തുന്നതിന് വിജയപുരം രൂപതയിലെ യുവജന സംഘടനയായ KCYM തീരുമാനിച്ചത്. സൂചനാ സമരം എന്ന രീതിയിൽ സൺഡേ ക്ലാസ് കഴിഞ്ഞ മുഴുവൻ കുട്ടികളും വിശ്വാസികളും ദേവാലയത്തിൽ നിന്നും അർണക്കലിലേക്ക് റോഡ് നന്നാക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി പ്രകടനം നടത്തി. ജനപ്രതിനിധികളടക്കം കടന്നുപോകുന്ന ഈ വഴിക്ക് ശാപമോക്ഷം ഉണ്ടാകണമെന്ന ആവശ്യമാണ് മുൻപോട്ട് വയ്ക്കുന്നതെന്ന് KCYM ഭാരവാഹി ദിവ്യ ആന്റണി, ഇടവക വികാരി ഫാദർ ഷിൻഡോ തോമസ് എന്നിവർ പറഞ്ഞു. ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് കുറച്ചുകൂടെ ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ, ഈ അലംഭാവം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ വഴി കുറച്ചുകൂടെ ഭേദപ്പെട്ട അവസ്ഥയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ 2 ഇലക്ഷൻ നടന്നിട്ടുണ്ട്. കാരണങ്ങൾ പറയാൻ കഴിയും. ഒരുപക്ഷെ ടാറിന് വില കൂടിയിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷെ ഇതൊന്നും ഇപ്പോൾ പൊളിച്ചിട്ട ഈ വഴി ഇങ്ങനെ തന്നെ കിടക്കാനായിട്ട് ഒരു ന്യായീകരണമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങൾ പ്രത്യേകിച്ച് അരണക്കൽ പള്ളിയുടെ മാത്രം ആവശ്യമല്ല, ഇവിടുത്തെ നാടിന്റെ ആവശ്യമാണ്. അപ്പം ഇത് പ്രത്യേകിച്ച് ഒരു പാർട്ടിക്കുള്ള എതിരായുള്ള ഒരു പ്രതിഷേധ പ്രകടനമല്ല, മറിച്ച് എല്ലാ പാർട്ടിയുടെയും താല്പര്യങ്ങളെയും കൂടി ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ്. പക്ഷേ ഇതിനോട് മൗനപൂർവമായ, അലംഭാവപൂർവമായ ഉദാസീനത കാണിച്ചാൽ ഒരുപക്ഷെ അതിശക്തമായ രീതിയിൽ ഞങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് സംഘർഷത്തിന് കാരണമാകും. അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ
അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കും. ഈ റോഡ് ഉടനടി ഗതാഗത യോഗ്യമാക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ റോഡ് ഈ കുണ്ടും കുഴിയുമായിട്ട് ഏകദേശം 1 വർഷത്തിന് കൂടുതൽ തന്നെയായി. ഇതുവരെ ഒരു നടപടിയും തന്നെ ഇവർ സ്വീകരിച്ചിട്ടില്ല. ഫണ്ടൊക്കെ പാസ്സായാൽ പോലും ഇതുവരെ ഇവര് ഈ ഒരു റോഡ് ശരിയാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട്. സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ചർച്ച് അരണക്കലിലെ യുവജനങ്ങളുടെ എതിർപ്പാണിത്. ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ റാലിയാണ്. ഞങ്ങളുടെ ഇടവകയിലുള്ള ജനങ്ങൾക്കാണെങ്കിലും ഇവിടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും തന്നെ ഇതിൽ നല്ല പ്രതിഷേധമുണ്ട്. എല്ലാവരും തന്നെ പറയുന്നതാണ് ഈ ഒരു റോഡ് ശരിയാക്കാൻ. പക്ഷെ ഇതുവരെ ആരും തന്നെ ഇതിന് മുന്നോട്ട് വരുന്നില്ല. എല്ലാവരോടും ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ആരും തന്നെ ഇതിന് എന്തുവാ ചെയ്യണ്ടേ ഒന്നും തന്നെ നോക്കുന്നില്ല. മാത്രമല്ലാതെ കുറച്ചിങ്ങനെ നടക്കാൻ പറ്റിയുന്ന റോഡായിരുന്നു, പക്ഷെ ഇപ്പൊ അതും കൂടെ അവർ കുഴിച്ചിട്ടേക്കുവാണ്. എന്തിനാ അതും ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ആദ്യം നടക്കാനെങ്കിലും പറ്റുന്നുണ്ടായിരുന്നു, ഇപ്പൊ നടക്കാനും പറ്റുന്നില്ല. ഏറ്റവും അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സ്കൂൾ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും കൂടാതെ വരുന്ന മണ്ഡലകാലത്തിൽ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്കും സുഗമമായി യാത്ര നടത്താനുള്ള സൗകര്യം റോഡ് നന്നാക്കിക്കൊണ്ട് ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങളും തേടുന്നവരാണ് നാം എല്ലാം. തൊടുപുഴയിൽ ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിക്കുകയാണ് അന്നൂസ് മിൽക്ക്. സ്വന്തം ഫാമിലെ പാലുപയോഗിച്ചാണ് പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശുദ്ധമായത് മാത്രമേ അന്നൂസ് മിൽക്ക് നൽകാറുള്ളൂ. രാവിലത്തെ ചായ പലർക്കും ഉന്മേഷം തരുന്നതാണ്. ചിലർ ഒരു ദിവസം 3-ലേറെ ചായ കുടിക്കും. ഇങ്ങനെയുള്ള പലതരം ചായപ്രേമികളും നല്ല പാലാണ് തേടുന്നത്. പാൽ നന്നാകുമ്പോൾ ചായയും നന്നാകുമല്ലോ. ഏറ്റവും ഗുണമേന്മയുള്ള പാലും പാലുൽപ്പന്നങ്ങളുമായാണ് അന്നൂസ് മിൽക്ക് എത്തിയിരിക്കുന്നത്. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ കാർസ് ജംഗ്ഷനിലാണ് അന്നൂസ് മിൽക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്വന്തം ഫാമിൽ നിന്നുള്ള പാലും പാലുൽപ്പന്നങ്ങളും ആയതിനാൽ ഏറ്റവും ശുദ്ധമായി വിപണിയിൽ എത്തിക്കാൻ കഴിയും. ഞാനിവിടെ അന്നൂസ് മിൽക്ക് കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ കാർസിന് സമീപം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് ഫാമുണ്ട്. 5-8 വർഷമായിട്ട് ഫാമുള്ള പാലുണ്ട്, തൈരുണ്ട്, നെയ്യുണ്ട്, സംഭാരമുണ്ട്. എല്ലാ ഐറ്റങ്ങളും സ്വന്തമായിട്ടുള്ളതാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. പിന്നെ തൈര് ബോട്ടിൽ തന്നു കഴിഞ്ഞാൽ, തലേദിവസം ബോട്ടിൽ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്ററിന് 80 രൂപയ്ക്ക് നമ്മൾ തൈര് തരും, കട്ടത്തൈര്. നാടൻ പാല്, തൈര്, നെയ്യ് എന്നിവ ഗുണമേന്മയോടെ നൽകുന്നു. ഒരു ദിവസം മുൻപായി ബോട്ടിൽ ഏൽപ്പിച്ചാൽ 80 രൂപ നിരക്കിൽ 1 ലിറ്റർ കട്ടത്തൈര് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ CN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഷിബു പോൾ പ്രസിഡന്റായും ബിനോയ് അഗസ്റ്റിൻ സെക്രട്ടറിയായും ജിത് ജോസഫ് ട്രഷററായും അഖിൽ വിശ്വനാഥൻ GGR ആയും ചുമതലയേറ്റു. വള്ളക്കടവ് CBS ഗാർഡനിൽ വെച്ചാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നത്. റോട്ടറി PDG രാജമോഹൻ നായർ, MD നോബി, അസിസ്റ്റന്റ് ഗവർണർ മനോജ് അഗസ്റ്റിൻ തുടങ്ങിയവർ അതിഥികളായിരുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം, യുവജനക്ഷേമം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുള്ള പദ്ധതികൾ നടപ്പാക്കും. കൂടാതെ ഭവന നിർമ്മാണം, ഡയാലിസിസ് ധനസഹായം, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ എന്നീ പദ്ധതികളും നടപ്പിലാക്കും. ഷിബു പോൾ പ്രസിഡന്റായും ബിനോയ് അഗസ്റ്റിൻ സെക്രട്ടറിയായും ജിത് ജോസഫ് ട്രഷററായും അഖിൽ വിശ്വനാഥൻ GGR ആയും ചുമതലയേറ്റു. Official term. It serves as its key, and when it's given to the new president by handing over him this impulsive responsibility. റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി സ്നേഹമന്ദിരത്തിൽ നടപ്പാക്കിയ പേപ്പർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിന് രാജ്യാന്തര അംഗീകാരവും ലഭിച്ചിരുന്നു. ഈ വർഷം പേപ്പർ നിർമ്മാണ യൂണിറ്റിന് വാഹനവും കൈമാറും. സന്തോഷ് ദേവസ്യ, PM ജെയിംസ്, ജിത് ജോസഫ്, ജിതിൻ കൊല്ലംകുടി, ജോസ് ഫ്രാൻസിസ്, ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ, ജോസ് കുര്യാക്കോസ്, ഷിബു പോൾ, ജിൻസ് മാനുവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലോക പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും തരുമിത്രയുടെ സ്ഥാപകനുമായ ഫാദർ റോബർട്ട് അത്തിക്കൽ നിര്യാതനായി. 73 വയസ്സായിരുന്നു. കരിമണ്ണൂർ അത്തിക്കൽ പരേതരായ ജോസഫ് എബ്രഹാം ത്രേസ്യാമ്മ പുൽപ്പറമ്പിൽ ദമ്പതികളുടെ മകനാണ്. സംസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം 4-ന് പട്നയിലെ ഈശോ സഭാ ഭവനത്തിൽ. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും തരുമിത്രയുടെ സ്ഥാപകനുമായ ഫാദർ റോബർട്ട് അത്തിക്കൽ SJ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. പാട്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ജസ്യൂട്ട് വൈദികനുമാണ് മലയാളിയായ ഫാദർ അത്തിക്കൽ. വിദ്യാർത്ഥികൾക്കിടയിൽ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിനായി 1988-ൽ അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് തരുമിത്ര. തരുമിത്ര എന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഹിന്ദിയിലും സംസ്കൃതത്തിലും തരുമിത്ര എന്നാൽ വൃക്ഷങ്ങളുടെ കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. 1988-ൽ ബീഹാറിലെ പട്നയിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. പട്ന സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും ജസ്യൂട്ട് വൈദികനായ ഫാദർ റോബർട്ട് അത്തിക്കലും ചേർന്നാണ് ഇതിന് രൂപം നൽകിയത്. തുടക്കത്തിൽ ഒരു ചെറിയ സ്റ്റുഡന്റ് ഫോറമായിരുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ 23-ലധികം സംസ്ഥാനങ്ങളിലായി 2000-ഓളം സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. ഇതിൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അംഗങ്ങളാണ്. യുവാക്കളിലും കുട്ടികളിലും പരിസ്ഥിതി ബോധവും ജൈവ വൈവിധ്യ സംരക്ഷണവും വളർത്തുക, പ്രാദേശികമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക, പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന ഒരു ആത്മീയതയും ജീവിതശൈലിയും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പട്നയിൽ ജസ്യൂട്ട് സഭ നൽകിയ ഭൂമിയിൽ വിദ്യാർത്ഥികൾ തന്നെ വച്ചുപിടിപ്പിച്ച വലിയൊരു മനുഷ്യനിർമ്മിത വനവും ജൈവ വൈവിധ്യ കേന്ദ്രവും തരുമിത്രയ്ക്കുണ്ട്. അപൂർവ ഇനം സസ്യങ്ങളും ഔഷധ സസ്യങ്ങളും ഉൾപ്പെടെ 450-ലധികം വർഗത്തിൽപ്പെട്ട മരങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. നഗരങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങളെ വൃത്തിയാക്കി അവയെ മനോഹരമായ വഴിയോര ഉദ്യാനങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഇവർ വിജയകരമായി നടത്തിയിട്ടുണ്ട്. ഓർഗാനിക് കൃഷി, സോളാർ ഊർജ്ജത്തിന്റെ പ്രചാരണം, പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിനുകൾ, റെയർ പ്ലാന്റ് നഴ്സറികൾ എന്നിവ വിദ്യാർത്ഥികളിലൂടെ ഇവർ നടപ്പിലാക്കുന്നു. പരിസ്ഥിതി രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ മുൻനിർത്തി 2005-ൽ ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ തരുമിത്രയ്ക്ക് പ്രത്യേക കൺസൾട്ടേറ്റീവ് പദവി നൽകി ആദരിച്ചു. ഇതിലൂടെ ആഗോള പരിസ്ഥിതി ഫോറങ്ങളിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ശബ്ദമെത്തിക്കാൻ തരുമിത്രയ്ക്ക് സാധിക്കുന്നു. പരേതരായ കരിമണ്ണൂർ അത്തിക്കൽ ജോസഫ് എബ്രഹാം ത്രേസ്യാമ്മ പുൽപ്പറമ്പിൽ ദമ്പതികളുടെ മകനാണ് ഫാദർ റോബർട്ട്. സഹോദരങ്ങൾ പരേതനായ ജോസഫ് എബ്രഹാം, പരേതയായ സിസ്റ്റർ നാൻസി MSJ, സിസ്റ്റർ മേഴ്സി CMC, റോസിലി കോലത്ത്, ജോസി കുന്നേൽ പുരയിടം. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് പാട്നയിലെ ഈശോ സഭാ ഭവനത്തിൽ. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടത്തി. തോപ്രാംകുടി അസിസി സ്നേഹാശ്രമത്തിൽ സ്നേഹസ്പർശം എന്ന പേരിൽ നടത്തിയ അനുസ്മരണ പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് തോപ്രാംകുടി അസിസി സ്നേഹാശ്രമത്തിൽ സ്നേഹസ്പർശം എന്ന പേരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നു. അദ്ദേഹത്തെ അതേപടി അനുകരിക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം അദ്ദേഹം ഉമ്മൻചാണ്ടി തന്നെയാണ്. മഹാത്മാഗാന്ധിയെ അനുകരിക്കാൻ ബുദ്ധിമുട്ടായതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെയും അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും ഭരണരീതിയും ഒരു മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും അനുകരിക്കപ്പെടാൻ കഴിയുന്നതാണ്. ഞായറാഴ്ചകളിൽ ഏത് തിരക്കുണ്ടെങ്കിലും ശരി, അദ്ദേഹം പുതുപ്പള്ളി പള്ളിയിലെത്തി അവിടെ കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മറ്റ് ഞായറാഴ്ചത്തെ ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. ഞായറാഴ്ച പുതുപ്പള്ളിക്കാർക്ക് ആർക്കും വന്ന് കാണാൻ അദ്ദേഹത്തെ പറ്റി കഴിയും. ഇത്രയേറെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ള മറ്റൊരു നേതാവില്ല. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലും അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്തും എവിടെയാണെങ്കിലും, കാരണം മരണം ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ആ മരണസമയത്ത് എത്തിച്ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കേരളത്തിലെ മറ്റേത് നേതാവിനേക്കാളും അദ്ദേഹം ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം യാത്ര ചെയ്ത പോലെ ആരും യാത്ര ചെയ്തിട്ടില്ല. ഏത് വാഹനവും വിമാനത്തിൽ യാത്ര ചെയ്യും, ട്രെയിനിൽ യാത്ര ചെയ്യും, കാറിൽ യാത്ര ചെയ്യും, ഏറ്റവും മോശമായ വാഹനത്തിൽ യാത്ര ചെയ്യും. വാഹനങ്ങൾ എത്താത്ത സ്ഥലത്ത് നടന്നെത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ ജേസൺ കെ ആന്റണി, അഡ്വക്കേറ്റ് KB സെൽവം, വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, നേതാക്കളായ ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളമാക്കൽ, അഡ്വക്കേറ്റ് KK മനോജ്, ഡി ക്ലാർക്ക് സെബാസ്റ്റ്യൻ, PS മേരിദാസൻ, ഉഷ്മോൻ കണ്ണംചിറ, ജോസ് ആനക്കല്ലിൽ, റോബിൻ ജോർജ്, പൊന്നപ്പൻ അഞ്ചപ്ര, KT ജയൻ, ബിജു വെളുത്തെടുത്ത്, സിസ്റ്റർ ദീപ്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സ്നേഹാശ്രമത്തിലെ അന്തേവാസികളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ച ദീപം തെളിയിച്ചുകൊണ്ട് ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
ആദ്യ ദിവസം 10 പള്ളിയോടങ്ങൾ പങ്കെടുത്തു. സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കുന്ന വള്ളസദ്യ ആഘോഷങ്ങളിൽ ഇത്തവണ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒരാൾക്ക് 300 രൂപ നിരക്കിൽ പ്രത്യേക പാസ് ബുക്ക് ചെയ്തുകൊണ്ട് തീർത്ഥാടകർക്ക് സദ്യയിൽ പങ്കുചേരാം. ഉത്രട്ടാതി വള്ളംകളി ഓഗസ്റ്റ് 30-നും അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, MP ആന്റോ ആന്റണി, MLA-മാരായ അബിൻ വർക്കി, പഴകുളം മധു, വർഗീസ് മാമൻ, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനമ്മ റോയ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. പത്രം നിരത്തി വടിവോടിയ പന്തിതോറു പലതും വിളമ്പി പൻപാർന്ന പശി അൻപോട് തീരുവതിനായി ആ തുമ്പമലരിൻ ചോറേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി രാജ്യത്തിന് മാതൃകയെന്ന നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇടുക്കി ജില്ലാതല പ്രകാശനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൽ-അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നവീകരിച്ച എമർജൻസി ബ്ലോക്ക്, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, MRI യൂണിറ്റ്, കാത്ത് ലാബ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. നീതിമാനായ ഉമ്മൻചാണ്ടി സമൂഹത്തിന് എന്നും മാർഗദീപമായി നിലകൊള്ളുമെന്ന ഇടുക്കി DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ. സംസ്ഥാനത്തെ തദ്ദേശ ഭരണകൂടങ്ങൾക്ക് മികച്ച പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുമെന്ന് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ അക്കര. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ വള്ളസദ്യക്ക് തുടക്കമായി. ക്ഷേത്രത്തിലെ ആനക്കൊട്ടലിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ ക്ഷേത്രത്തിൽ നിന്നെത്തിച്ച ദീപം തെളിയിച്ചുകൊണ്ട് ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.